ചേച്ചിയുടെ കൈപുണ്യം സൂപ്പർ സ്റ്റാറിലേക്ക്. ലിസി ചേച്ചിയുടെ കൈപുണ്യം സൂപ്പർ ഹിറ്റാണ്. നടൻ മോഹൻലാലിന്റെ കുടുംബം പലഹാരം വാങ്ങുവാൻ എത്തിയതോടെയാണ് ലിസി ചേച്ചി സൂപ്പർ സ്റ്റാർ ആയിരിക്കുന്നത്. കൂത്താട്ടുകുളം നഗരസഭയിലെ 3-ാം ഡിവിഷൻ മഞ്ചേരിക്കുന്നിലെ കൗൺസിലറാണ് കിഴകൊമ്പ് വളപ്പിലെ കൊച്ചുവിരിപ്പിൽ ലിസി ജോസ്. എനിക്ക് പലഹാരം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ പല പലഹാരങ്ങളും ഉണ്ടാക്കുമ്പോൾ ഞാൻ ആരെങ്കിലും വരുമ്പോൾ കൊടുക്കുമ്പോൾ അത് നല്ലതാണെന്നുള്ള അഭിപ്രായം പറയും. അപ്പോൾ അങ്ങനെ അഭിപ്രായം പറയണ കാരണം ഞാനിങ്ങനെ ഒരു പലഹാര യൂണിറ്റ് തുടങ്ങാമെന്നോർത്ത് ഞാനിങ്ങനെ ഒരു യൂണിറ്റ് തുടങ്ങി. ചെറുതായിട്ട് ആദ്യമേ തുടങ്ങി. അന്നേരം എല്ലാവരും ഒത്തിരി പേര് ഇത് നല്ല നമ്മുടെ നാടൻ പലഹാരമായ കാരണം എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞ് എല്ലാവരും വാങ്ങിക്കൊണ്ട് പോകും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചുകൂടെ വിപുലമായിട്ട് ഇപ്പോൾ തുടങ്ങിയതാണ്. ഒരാൾ വന്ന് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോയാൽ, ഒരു വിദേശി വാങ്ങിച്ചുകൊണ്ട് പോയാൽ അതടുത്ത് അവരുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞ് അവരവരുടെ നമ്പർ വാങ്ങിച്ച് എന്നെ വിളിക്കും. അപ്പോൾ അവർക്കും അങ്ങനെ വിദേശത്തേക്ക് ഒത്തിരി കൊണ്ടുപോകുന്നുണ്ട്. മോഹൻലാലിൻ്റെ വൈഫ് വന്ന് ഇങ്ങനെ ഞാനൊരു ഫ്രണ്ട്സിന് കൊടുത്തപ്പോൾ അവർ തമ്മിൽ കണക്ട് ചെയ്ത് അപ്പോൾ എൻ്റെ നമ്പർ വാങ്ങിച്ച് എന്നെ വിളിച്ചു. അപ്പോൾ അവർ വന്ന് അവരുടെ ഡ്രൈവർ വന്ന് ഇവിടെ വന്ന് അച്ചപ്പം കൊഴലപ്പം ഉണ്ട് എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമായി തൻ്റെ അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയ കൈപുണ്യം സൂപ്പർ സ്റ്റാറിലേക്കും എത്തിയതിൻ്റെ സന്തോഷത്തിലാണ് ലിസി ചേച്ചി. സിനിമ പോലെ തന്നെ ശരിക്കും ഹിറ്റായിരിക്കുകയാണ് പലഹാരങ്ങളും. പരമ്പരാഗത ശൈലിയിൽ തനി നാടൻ രീതിയിൽ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന അച്ചപ്പവും കുഴലപ്പവും അരിനുറുക്കും ഏത്തക്ക ഉപ്പേരിയും അരിയുണ്ടയും എല്ലാം രുചിയുടെ കാര്യത്തിൽ ഹിറ്റാണ്. കോട്ടയത്തുള്ള ബന്ധുവീട്ടിൽ വെച്ചാണ് നടൻ മോഹൻലാലിൻ്റെ ഭാര്യ സുചിത്ര ഈ പലഹാരങ്ങളുടെ രുചി അറിഞ്ഞത്. അങ്ങനെ സുചിത്ര നേരിട്ട് വിളിച്ച് പലഹാരങ്ങൾക്ക് ഓർഡർ നൽകുകയായിരുന്നു. കഴിഞ്ഞ 1 വർഷത്തോളമായി ഇവിടെ നിന്നാണ് സ്ഥിരമായി പലഹാരങ്ങൾ വാങ്ങുന്നത്. കൗൺസിലർ ആകുന്നതിന് മുമ്പ് നേരം പോക്കിന് വേണ്ടി അമ്മ സാറാമ്മ പഠിപ്പിച്ചു കൊടുത്ത പലഹാരപ്പൊടിക്കൈകൾ പരീക്ഷിച്ചു നോക്കിയതാണ്. സംഗതി നന്നായി എന്ന അഭിപ്രായം വന്നതോടെ വിദേശങ്ങളിലേക്കും മറ്റും പോകുന്നവർ ഇവിടെ വന്ന് പലഹാരം ഓർഡർ നൽകി തുടങ്ങി. അങ്ങനെ ഓർഡർ അനുസരിച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കി നൽകി. അതിനിടെയാണ് കൗൺസിലറായി മത്സരിച്ച് വിജയിച്ചത്. ഇതോടെ തിരക്കുണ്ടെങ്കിലും പലഹാരം നിർമ്മിക്കുവാൻ ഒരു സഹായിയെയും കൂട്ടി ചെറിയൊരു യൂണിറ്റ് തുടങ്ങി. ഭർത്താവ് ജോസ് കൂത്താട്ടുകുളം ടൗണിൽ സൈൻ ബോർഡുകളുടെ നിർമ്മാണ കേന്ദ്രം നടത്തുകയാണ്. മക്കളായ അരുൺ സ്കോട്ട്ലൻഡിലും മകൾ ആൽഫ കാനഡയിലുമാണ്. വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും. ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം. വരൂ, നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ. പൈറ്റുകുളം മാർബിൾസ്, കൂത്താട്ടുകുളം, കോതമംഗലം.